ഇന്നൊരു ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചായയൊക്കെ കുടിച്ച് സമാധാനത്തിരുന്നപ്പോഴാണ് ഒരു പൊതിച്ചോറാക്കിയാലോ എന്ന് കരുതിയത്. പിന്നെ നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി വഴുതനങ്ങ ചെടിയിൽ നിന്ന് 2-3 വഴുതനങ്ങയൊക്കെ പിച്ച് നേരെ കിച്ചണിലേക്ക് കയറി. വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു. അതിലേക്ക് കടുകും മസൂർദാലൊക്കെ ഇട്ട് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ടു. വഴുതനങ്ങ ഒരു സൈഡിൽ വേവിക്കാൻ വെച്ചു. ഉണ്ടായിരുന്ന 2-3 വെണ്ടയ്ക്ക എടുത്തു ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഫ്രൈ ആക്കാൻ വെച്ചു. വഴുതനങ്ങ അപ്പോഴത്തേക്ക് വെന്ത് വന്ന് നമ്മൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് തട്ടി അത് റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ ചോറ് ഒരു സൈഡിൽ തിളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല മത്തി പൊരിക്കാൻ വെച്ചു. മത്തി പൊരിച്ച അതേ അരപ്പിലേക്ക് തന്നെ വെണ്ടയ്ക്കയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അരപ്പ് പിടിപ്പിച്ച് നേരെ ആ മത്തി പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നേരെ നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ കൊടുത്ത് നന്നായിട്ട് തിരുമ്മി ഉടച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നേരെ നമ്മളൊരു മുട്ട ഫ്രൈ ഉണ്ടാക്കി. ഒഴിച്ച് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രസത്തിൻ്റെ പരിപാടി ഏകദേശം തീർന്നു. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത എല്ലാ കറിയും നമ്മൾ ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റി. നല്ല നാളികേര ചമ്മന്തിയുണ്ട്, രസമുണ്ട്, മത്തി ഫ്രൈ, അച്ചാർ, മാംഗോ പിക്കിളാണ്, ദെൻ മുട്ട പൊരിച്ചതും, തോരൻ, വെണ്ടയ്ക്ക ഫ്രൈ. പിന്നെ നമ്മൾ നേരെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇലയൊക്കെ ഒന്ന് വാട്ടി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തേച്ച് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അങ്ങോട്ടിട്ടു. ചോറെല്ലാം ഒന്ന് സൈഡ് ഒതുക്കി വെച്ചിട്ട് നമ്മളതിലേക്ക് പൊരിച്ച് വെച്ച് മുട്ട ഇട്ട് കൊടുക്കുന്നു. നാളികേര ചമ്മന്തി വെച്ച് കൊടുത്തു. മീൻ പൊരിച്ചത് വെച്ച് കൊടുക്കുന്നു. അതിന് കൂടെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, വെണ്ടയ്ക്ക ഫ്രൈ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ വെണ്ടയ്ക്ക ഒന്ന് പൊരിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമ്മൾ തോരൻ ഇട്ട് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നു. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പിക്കിൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് വാഴയിലയിൽ നന്നായിട്ട് പൊതിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഈ പൊതിയൊക്കെ തുറന്ന് നമ്മൾ എന്ത് ചെയ്തു, പൊതിച്ചോറ് കഴിക്കാനായിട്ടിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും വെണ്ടയ്ക്ക വറുത്തതും. ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പം എൻ്റെ പൊതിച്ചോറ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇതുപോലൊരു പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വരെ. ബായ്.